ജസ്റ്റ് ഇമാജിൻ, ജോൺ എന്നുള്ളൊരു വ്യക്തി ഒരു ആപ്പ് ഉണ്ടാക്കി. ആ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലിസ്റ്റഡ് ആയി. അത് ആഗോളതരത്തിൽ ഒരുപാട് യൂസേഴ്സ് ഡൗൺലോഡ് ചെയ്യുകയും യൂസ് ചെയ്യുകയും ചെയ്തു. അതിൽ കുറച്ച് യൂസേഴ്സ് നൊട്ടോറിയസ് ക്രിമിനൽസ് ആയിരുന്നു. അവർ അവരുടെ കുറ്റകൃത്യങ്ങൾ വിപുലീകരിക്കാനായി ഈ ആപ്പ് ഉപയോഗിച്ചു. അവർ ചെയ്ത കുറ്റകൃത്യത്തിന് ജോണിനെ അറസ്റ്റ് ചെയ്തു. ഇനി നിങ്ങൾ എന്നെ ചിന്തിക്കുക, ഇത് ശരിയാണോ തെറ്റാണോ? ചുരുക്കി പറഞ്ഞാൽ ഇതാണ് ടെലിഗ്രാം സിഇഒ പേവൽ ഡുറോവിൻ്റെ കേസ്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ഈ വീഡിയോ മുഴുവനായി കാണുക. ഹായ്, ഐ എം ബിപിൻ ആൻഡ് ഇറ്റ് മേക്സ് സെൻസ് ടു ബി ഇൻഫോംഡ് അബൌട്ട് ദ വേൾഡ് വി ലിവ് ഇൻ. പേവൽ ഡുറോവ് 39 വയസ്സുള്ള ഒരു റഷ്യൻ ഓണ്ടർപ്രണറാണ്. 1984 ഒക്ടോബർ 10 സെന്റ് പീറ്റേഴ്സ്ബർഗിലാണ് ജനനം. 2006 ഡ്യൂറോവ് VK എന്ന സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് സ്ഥാപിച്ചു. അതിലൂടെയാണ് ആൾക്ക് പേരും പ്രശസ്തിയും പണവും കൈവരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ഫേസ്ബുക്കിൻ്റെ ഈച്ച കോപ്പിയാണ്. പക്ഷെ എങ്കിലും അത് റഷ്യയിൽ വളരെയധികം ജനപ്രീതി നേടി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ റഷ്യൻ സുക്കർബർഗ് എന്ന് വിളിക്കാറുണ്ട്. പിന്നെ ആള് ഈ അധികൃതരായിട്ടുള്ള പ്രശ്നം ഇതാദ്യമായിട്ട് ഉണ്ടാവുന്നതല്ല. 2011 റഷ്യൻ പ്രതിപക്ഷ നേതാവായ അലക്സായി നെയ്വാൽനിനെ റഷ്യൻ അധികൃതർ VKയിൽ ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞു. അത് പക്ഷേ ഡുറോവ് നിരാകരിച്ചു. പിന്നെ 2014 ക്രൈമിയനെ റഷ്യ കൂട്ടിച്ചേർത്തപ്പോൾ ക്രൈമിയയിലുള്ള രാഷ്ട്രീയ നേതാക്കളെയും റഷ്യക്കെതിരെ പ്രക്ഷോഭം നടത്തിയവരുടെ ഡാറ്റ ചോദിച്ചപ്പോൾ അതും ഡുറോവ് കൊടുത്തില്ല. ഇത് 16 ഏപ്രിൽ 2014 ചോദിച്ചത്. കൃത്യം 5 ദിവസത്തിനുള്ളിൽ VKയുടെ CEO സ്ഥാനം പേവൽ ഡുറോവിന് നഷ്ടമാവും. അതിനുശേഷം റഷ്യയിൽ നിന്ന് താമസം മാറി സെയിൻറ്റ് കിറ്റ്സ് ആൻഡ് നേവസ് എന്ന രാജ്യത്ത് പൗരത്വം നേടി. അതിനായി അവിടുത്തെ ഷുഗർ ഇൻഡസ്ട്രി ഡൈവേഴ്സിഫിക്കേഷൻ ഫൗണ്ടേഷന് $2.5 ലക്ഷം സംഭാവനയായിട്ട് നൽകിയത്. അപ്പോൾ മുതൽ ടെലിഗ്രാം ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ആദ്യം ബെർലിനിലായിരുന്നു ടെലിഗ്രാമിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ്, പിന്നെ ദുബായിലോട്ട് മാറ്റി. ടെലിഗ്രാം കണ്ടാൽ വാട്സാപ്പിൻ്റെ യൂസർ ഇൻ്റർഫേസ് കട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത പോലെയാണ്. പക്ഷേ അതിന് ഒരുപാട് വേറെ പവർഫുള്ളായ ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പറയുകയാണെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ പരമാവധി 2 ലക്ഷം ആൾക്കാർക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ വാട്സാപ്പിലൊക്കെ അത് എനിക്ക് തോന്നുന്ന 1000 ഉള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ ടെലിഗ്രാം ഒരിക്കലും ലാഗ് ആവില്ല. ടെലിഗ്രാമിന് ഇപ്പോൾ ഏകദേശം 1 ബില്യൺ യൂസേഴ്സ് ഉണ്ട്. മെസ്സേജസ് എല്ലാം എൻക്രിപ്റ്റഡ് ആണ്. പിന്നെ ഡാറ്റ ഒരിക്കലും വേറൊരു കമ്പനിക്കോ സർക്കാരിനോ കൈമാറില്ല. അതുകൊണ്ട് തന്നെ സുതാര്യതയും സുരക്ഷയും ഉറപ്പാക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നല്ലതാണ്. ഇതിനൊരു നല്ല വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാനിലും ഹോങ്കോങ്ങിലത്തെയും പ്രോ ഡെമോക്രസി ഗ്രൂപ്പ്സ് അവർ ഏറ്റവും കൂടുതൽ ആശയവിനിമയം നടത്തുന്നത് ടെലിഗ്രാമിലൂടെയാണ്. പക്ഷേ ഇതിനൊരു ചീത്ത വശമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രഗ് ട്രാഫിക്കിംഗ്, ചൈൽഡ് ട്രാഫിക്കിംഗ്, ചൈൽഡ് പോർണോഗ്രഫി, പിന്നെ ടെററിസ്റ്റ് ഗ്രൂപ്പ്, ഇവരെല്ലാവരും ടെലിഗ്രാമിൽ വളരെയധികം ആക്റ്റീവാണ്. അതുകൊണ്ടൊക്കെ തന്നെ ലോകമെമ്പാടുമുള്ള പല ഏജൻസികളും ടെലിഗ്രാമിനെ സമീപിച്ചിരുന്നു. ഒന്നില്ലെങ്കിൽ ഡാറ്റ ഷെയർ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളിത് മോഡറേറ്റ് ചെയ്യും. പക്ഷേ ടെലിഗ്രാം ഇത് കേൾക്കാൻ റെഡി അല്ലായിരുന്നു. 2024 ഓഗസ്റ്റ് 24 പേവൽ ഡുറോവ് അസർബൈജാന്റെ തലസ്ഥാനമായ ബാക്കുവിൽ നിന്ന് പാരീസിലേക്ക് സ്വന്തം പ്രൈവറ്റ് ജെറ്റിൽ പോവുകയായിരുന്നു. പാരീസിൽ ലാൻഡ് ചെയ്ത അപ്പം തന്നെ ഫ്രഞ്ച് അധികൃതർ ആളെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത് 4-ാം ദിവസം 28 ഓഗസ്റ്റ് 2024 കോടതി മുമ്പാകെ ഹാജരാക്കുന്നത്. ചാർജ് ചെയ്ത കേസുകൾ പ്രകാരം ഡുറോവിന് 10 വർഷം തടവും 5 ലക്ഷം യൂറോ ഫൈനുമാണ് കിട്ടാൻ സാധ്യത. ടെലിഗ്രാം അധികൃതർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രീഡം ഓഫ് സ്പീച്ചിന് അഗെയിൻസ്റ്റ് ഉള്ള കടന്നുകയറ്റമാണ്. കാരണം ടെലിഗ്രാമിന് ഇതിലൊന്നിനും ഒരു റോളില്ല ഈ പറഞ്ഞ ക്രിമിനൽ ആക്ടിവിറ്റീസിലൊന്നും. അവരൊരു ആപ്പ് ഉണ്ടാക്കി ആ ആപ്പ് വേറെ ആൾക്കാർ ഡൗൺലോഡ് ചെയ്യുന്നു, എന്നിട്ട് അവരത് യൂസ് ചെയ്യുന്നു. അങ്ങനെയാണ് അവർ പറയുന്നത്. പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലത്തെ എല്ലാ മെസ്സേജസും എൻക്രിപ്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ടെററിസ്റ്റ് ആക്ടിവിറ്റീസും പിന്നെ ചൈൽഡ് പോർണോഗ്രാഫി ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാൻ പറ്റുമോ? അതാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ ഇതിൽ ഒരുപാട് ചൈൽഡ് പോർണോഗ്രാഫി, ചൈൽഡ് ട്രാഫിക്കിംഗ്, പിന്നെ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് എല്ലാം ടെലിഗ്രാമിൽ നന്നായി നടക്കുന്നുണ്ട്. അപ്പോൾ ലോകമെമ്പാടുള്ള ഏജൻസീസിനൊന്നും ഇവരെ ട്രാക്ക് ചെയ്യാൻ പറ്റണില്ല. അതുകൊണ്ട് തന്നെ അവർക്കെതിരെയുള്ള തെളിവുകളും ശേഖരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ടെലിഗ്രാം പറയുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെയാണ് യൂസേഴ്സ് അവരെ ആപ്പായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെ ഉപയോഗിക്കുന്നുള്ളത് അവരെ റെസ്പോൺസിബിലിറ്റി അല്ല, അവരെ ഉത്തരവാദിത്തമല്ല. ഇതിപ്പോൾ നമ്മൾ കത്തി കൊണ്ട് നമുക്ക് പച്ചക്കറി അരിയാനും പറ്റും, ഒരു മനുഷ്യൻ്റെ തല അരിയാനും പറ്റും. പക്ഷേ അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ആ ഉപയോഗിക്കുന്ന ആളുടെ വിവേകം പോലെ ഇരിക്കും. അപ്പോൾ ഈ വിവേകം എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല.
എസ്പെഷ്യലി ഇത്രയും വലിയ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മളെ ലോകം മുഴുവൻ നടക്കുന്നുണ്ട്. ലൈക്ക് ടെററിസ്റ്റ് ആക്ടിവിറ്റീസും പിന്നെ ചൈൽഡ് പോർണോഗ്രഫി പോലത്തെ സീരിയസ് ഒഫൻസസ് നടക്കുമ്പോൾ നമ്മളിങ്ങനെ വലിയ വലിയ ഹയർ എത്തിക്സ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങനത്തെ ക്രൈമിനെ ഒരു സ്ഥലത്തും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഗവൺമെന്റ് പറയുന്നതിൽ കുറച്ചൊക്കെ ന്യായമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ടെലിഗ്രാം ഫ്രഞ്ച് അധികൃതരും ലോകം മുഴുവനുള്ള ഏജൻസികളുമായി സഹകരിക്കണമെന്നാണ് എൻ്റെ നിലപാട്. പക്ഷേ അത് സഹകരിക്കുമ്പോൾ ഇങ്ങനത്തെ സീരിയസ് ഒഫൻസ് ഉള്ള ആൾക്കാരുടെ ഡാറ്റ മാത്രം ഷെയർ ചെയ്യുക. പക്ഷേ സാധാരണ ആൾക്കാരുടെ ഡാറ്റ ഒരിക്കലും ഗവൺമെന്റുകൾക്ക് കൈമാറരുത്. കാരണം അതുവഴി ഗവൺമെന്റുകൾക്ക് പല പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് അവർക്ക് എലക്ഷൻസ് പോലും മാറ്റിമറിക്കാൻ പറ്റും. പേവൽ ഡൂറോവിന് ഇപ്പോൾ $15.5 ബില്യൺ ആസ്തിയുണ്ട്. അപ്പോൾ ഇത്രയും വലിയ കമ്പനിയായി വളർന്നു ടെലിഗ്രാം. ഇതൊക്കെ പോരാണ്ട് ആൾക്ക് ക്രിപ്റ്റോ കറൻസിയിൽ ദ ഓപ്പൺ നെറ്റ്വർക്ക് എന്ന കോയിനും ഉണ്ട്. ഇതിൽ നിന്നെല്ലാം ആള് കോടികൾ സമ്പാദിച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ന്യായമല്ല. കാരണം സ്പൈഡർമാൻ പറഞ്ഞ പോലെ വിത്ത് ഗ്രേറ്റർ പവർ കംസ് ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ആ ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റി എന്ന ആൾക്ക് ഒളിച്ചോടാൻ ഒരിക്കലും പറ്റില്ല. എന്തൊക്കെ പറഞ്ഞാൽ ആളുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒന്നും കൂടിയും ഉയർന്നു. ആളെ ഇന്റർനെറ്റ് പ്രോഫിറ്റ് എന്നൊക്കെയാണ് ഇപ്പോൾ ചിലവർ വിളിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ബെയിലിറങ്ങി. $6 മില്യൺ ആണ് അതിനുവേണ്ടി കെട്ടിവെച്ചത്. ആഴ്ചയിൽ 2 പ്രാവശ്യം പോലീസിനെ ചെന്ന് കാണണം. പിന്നെ ഒരിക്കലും ഫ്രാൻസിൽ നിന്ന് വിട്ടു പോകാൻ പറ്റില്ല. ഇതൊക്കെയാണ് നിബന്ധനകൾ. പിന്നെ പേവൽ ഡൂറോവിന് 4 രാജ്യത്ത് സിറ്റിസൺഷിപ്പ് ഉണ്ട്. സെയിന്റ് കിറ്റ്സ് ആൻഡ് നേവസ്, റഷ്യ, ഫ്രാൻസ്, UAE. UAEയിലും ഫ്രാൻസിലും 2021 ആൾക്ക് സിറ്റിസൺഷിപ്പ് പൗരത്വം കിട്ടുന്നത്. പേവൽ ഡ്യൂറോവിൻ്റെ അറസ്റ്റിന് ശേഷം നമ്മളെല്ലാവരും കണ്ടൊരു ന്യൂസ് ഉണ്ട്. UAE ഗവൺമെൻറ് ഫ്രഞ്ച് ഗവൺമെൻറ്റുമായിട്ടുള്ള റഫാൽ ഫൈറ്റർ ജെറ്റ്സിൻ്റെ ഡീൽ വേണ്ടാന്ന് വെച്ചു. അതിലൂടെ ഫ്രഞ്ച് ഗവൺമെൻറ്റിന് $20 ബില്യൺ നഷ്ടം ഉണ്ടായി. ഏതായാലും അത് ഫേക്ക് ന്യൂസ് ആണെന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ടെലിഗ്രാം സിഇഒൻ്റെ അറസ്റ്റ് അത് ആഗോളതലത്തിൽ വളരെയധികം ചലനം ഉണ്ടാക്കിയ ഒരു ന്യൂസാണ്. ഇനിയും ഇതുപോലത്തെ ന്യൂസും അനാലിസിസിനുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ, ഇറ്റ്സ് മീ ബിപിൻ സൈനിങ് ഓഫ്. ബി ഇൻഫോംഡ്.